അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾ വീടിൻ്റെ ഉള്ളിലിരിക്കണം. അവർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് പോകാൻ പാടില്ല. മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പള്ളിയിൽ പോകാം, എന്നാൽ ജമാഅത്തിന് പോകാൻ പാടില്ല. മാത്രമല്ല, സ്ത്രീകൾക്ക് ഒരു വേദിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഈ സമസ്തക്കാർ പറഞ്ഞിരുന്നത്. വലിയ ഖുറാഫാത്തായിരുന്നു അവർക്ക്. എന്നാൽ നിങ്ങൾക്കറിയുമോ, കേരളത്തിലും കേരളത്തിൻ്റെ അകത്തും പുറത്തും പ്രസിദ്ധരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങളായ പാണക്കാട്ടിലെ മുത്തുമോൾ ഇതാ പൊതുവേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതേപോലെ ചാനലുകളിൽ വളരെ കൃത്യമായി അവൾ പങ്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി വില പോകില്ല. ഈ ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടക്കില്ല. മാത്രമല്ല, സ്ത്രീകൾ അടുക്കള പുടുക്കളല്ല എന്ന് വളരെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, അത് പാടില്ല എന്ന് പറഞ്ഞത് ജനങ്ങളുടെ അഭിപ്രായമാണ് എന്നും മാത്രമല്ല, അത് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകാം എന്ന ആ തീരുമാനം പൊന്നുമോൾ എടുത്തപ്പോൾ സയ്യിദ് ഫാത്തിമ നർഗീസിൻ്റെ പ്രിയപ്പെട്ട വാപ്പ അത് കുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് തെറ്റുപറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ഷമ ചോദിക്കുകയുണ്ടായി. അത് വാസ്തവത്തിൽ പ്രിയപ്പെട്ട തങ്ങളെ ഇട്ട് കുത്തിയപ്പോൾ, എല്ലാവരും ഇട്ടിട്ട് ഇങ്ങനെ കുത്തിയപ്പോൾ നിർബന്ധപൂർവം പറഞ്ഞതാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം സയ്യിദ് കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാനലിലൂടെയും അതേപോലെ വളരെ വ്യക്തമായി കൊണ്ട് മാധ്യമങ്ങളിലൂടെ ഒരു സയ്യിദത്ത്, ഒരു തങ്ങൾ കുടുംബം, സ്ത്രീകൾ ഇങ്ങനെ പരസ്യമായി രംഗത്ത് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഇതിനയക്കുമോ? വാപ്പ അറിയാതെ, മുനവ്വറിലി തങ്ങൾ അറിയാതെ, സയ്യിദ് അറിയാതെ ഈ കുട്ടി പരസ്യമായി ഇങ്ങനെ പ്രസംഗിക്കുമോ? അല്പം നമുക്കൊന്ന് കേൾക്കാം. Say in 5 minutes, 500 or more people might have taken their last breath. Friends, we have just one life. Death is the only most certain fact in this world. Whoever takes birth shall taste death one day or the other. On a regular basis, we see people being born to this world. ഇത് പറഞ്ഞത് കേട്ടല്ലോ. സാധാരണ ഒരു സ്ത്രീയല്ല, കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സയ്യിദ് കുടുംബം അല്ലേ, ബഹുമാന്യനായ മുനവ്വറിൽ ശിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമയാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഈ പൊന്നുമോളെ അള്ളാഹു എല്ലാ നിലക്കും ഉന്നതിയിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഒരു വിഭാഗം അഥവാ സലഫി പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിയിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും കുമൽ പോലെ പൊന്തി വരികയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വെള്ളവും വളവും നൽകുന്നത് ഇവിടെയുള്ള സമസ്ത
മുസ്ലിയാക്കന്മാരാണ് 99% ഈ തലയിൽ കെട്ടുകാരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിൽ നിന്ന് സത്യം മനസ്സിലാക്കിയ ആളുകളാണ് സമസ്തയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസമെന്ന, അനാചാരമെന്ന മാരകമായ ഈ വിപത്ത് സത്യവിശ്വാസികളെ, വലിയ വലിയ ആളുകളെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും കഴിവുമുള്ള ആളുകളെ ഇത് സ്വാധീനിച്ചിരിക്കുന്നു. എന്നാൽ പറയട്ടെ, മുജാഹിദുകളുടെ, പ്രവർത്തകരുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ണടച്ച് നിഷേധിക്കാൻ സാധിക്കില്ല. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കേൾക്കുകയും ചെയ്യാം. കേട്ടോളൂ. മൊട്ടയടിക്കൽ സുന്നത്തായിരുന്നു. ഇന്നാരിലും മൊട്ടയടിക്കാൻ കിട്ടുമോ? മുടി വളർത്താൻ പാടില്ലായിരുന്നു, മൊട്ടയടിക്കൽ സുന്നത്ത്. അതേപോലെ എല്ലാ ചൊവ്വാഴ്ചയും നെഹ്സിന്റെ ദിവസമാണ്. അന്ന് പുതിയൊരു വീടുണ്ടാക്കിയില്ല, ആ വീട്ടിൽ കയറി താമസിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഒരു സൽക്കാരം ഉണ്ടാക്കാൻ പാടില്ല, ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല. അന്ന് നെഹ്സാണ്. അതൊക്കെ മാറ്റം വന്നു. ഇന്നും ഒരു 50% മുസ്ലിയാക്കന്മാർ എല്ലാ ചൊവ്വയും നെഹ്സാണ്. പള്ളി ദർസിൽ കിതാബ് ഓതുമ്പോൾ ആ കിതാബ് പോലും ചൊവ്വാഴ്ച തുടങ്ങൂല. ഇതാണ് അവസ്ഥ. ഇനിയും അന്ധവിശ്വാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ വിശ്വാസങ്ങളെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി ഇതിലൊന്നും ഒരു കഥയില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിവസം കല്യാണങ്ങൾ നടത്തൂല, സൽക്കാരങ്ങൾ ഉണ്ടാക്കൂല, പുതിയ വീട്ടിൽ കയറി താമസിക്കൂല. എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളൊക്കെ മുസ്ലിയാക്കന്മാർ ഫത്വ കൊടുത്തുകൊണ്ട് മുടക്കും. മാറ്റം വന്നു. അതേപോലെ പറഞ്ഞിരുന്നു ഈ ഖുറാഫികൾ. എന്താ പറഞ്ഞിരുന്നത്? സഹോദരങ്ങളെ, സ്ത്രീകൾക്ക് എഴുത്തും വായനയും പാടില്ല. സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളാണ് ഉത്തമം. അതൊക്കെ ഒന്ന് പൊളിഞ്ഞ് പാപ്പറായി. സ്ത്രീകൾക്ക് എഴുത്തും വായനയും പാടില്ല, അവർക്ക് വിദ്യാഭ്യാസം പാടില്ല. ഇംഗ്ലീഷ് പഠിക്കൽ ഹറാമാണ്, ഇംഗ്ലീഷ് പഠിക്കൽ ഹറാമാണെന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തിരുന്നു. മാത്രമല്ല, സ്ത്രീ എഴുത്തും വായനയും പഠിച്ചാൽ നിങ്ങൾ ഫില്ല് ചെയ്തൊളിങ്ങക്കാൻ അറിയാം, ഡാഷ് ഉണ്ടാകും. സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിച്ചാൽ ഫിത്തന ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഈ ഖുറാഫികൾ പറഞ്ഞതായിരുന്നു. ഇന്ന് സമസ്തയിലെ പെൺകുട്ടികളോട് പഠിക്കണ്ട എന്ന് ഉസ്താദ് പറഞ്ഞാൽ അംഗീകരിക്കുമോ? ആരാണിത് മാറ്റം വരുത്തിയത്? സ്ത്രീകൾക്ക് എഴുത്തും വായനയും നിർബന്ധമാണെന്ന് പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രവർത്തകർ, മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. ഇന്നിതാ മുനവ്വറി അലി തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ ലോകം മുഴുവൻ കാണുന്ന തരത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് ഇതാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തേ വാപ്പ എന്തേ തടയാതിരുന്നു? വാപ്പ അറിയാതെ ഈ കാര്യം ചെയ്യൂലല്ലോ. പക്ഷേ വാപ്പാക്ക് മനസ്സിലായി, എൻ്റെ മോൾ ഉയരണം, എൻ്റെ മോൾ ഉന്നതിയിലെത്തണം എന്ന് വാപ്പ മനസ്സിലാക്കി. പക്ഷെ വാപ്പാനിട്ടിട്ട് ഇങ്ങനെ കുത്തിയപ്പോ വാപ്പാക്ക് പറയേണ്ടി വന്നു, എന്ത്? സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നുള്ളത് മകൾ പറഞ്ഞ് തെറ്റാണ് എന്ന് വാപ്പ പറഞ്ഞെങ്കിലും നിങ്ങൾ നോക്ക്, ആ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ്, ജനങ്ങളെ കുപ്പിയിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് മനസ്സിലാവും. കാരണം ഒരു ബീവി ഇന്ന് വരെ ഇങ്ങനെ പരസ്യമായി വേദികളിൽ വന്നതായി ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതൊരു മാറ്റമാണ്. അത് വാപ്പ കണ്ടിക്കണല്ലോ, വാപ്പ അറിഞ്ഞിക്കണല്ലോ. എന്നാൽ എന്തുകൊണ്ട് വാപ്പ പറഞ്ഞില്ല വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം മോളെ?
നീ അങ്ങനെ പുറം വേദിയിലേക്ക് പോകണ്ട, ലോകം മുഴുവൻ നിന്നെ കാണും എന്ന് എന്തുകൊണ്ട് വാപ്പ പറഞ്ഞില്ല? അതെന്താ പറയാതിരുന്നതെന്നറിയോ? സമസ്തക്കാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം പ്രവേശിച്ചു, സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. സത്യം എന്താണ് എന്ന് സമസ്തക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പം നിരവധി ആളുകൾ നമ്മൾ പറയുന്നത് പോലെ പറയാൻ തുടങ്ങി. ഇങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമല്ല സലഫികളെ കൊണ്ടിവിടെ മാറ്റം വന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. സ്ത്രീകൾക്ക് പ്രസവ വേദന വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഓടി വരുന്നത് പള്ളിക്ക. എന്നിട്ട് പള്ളിയിലുള്ള മൊല്ലാക്ക ഒരു വെള്ള പ്ലേറ്റിൽ പ്രത്യേകമായി അതിങ്ങനെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് അതിങ്ങനെ തൂക്കിപ്പൊടിച്ച് ആ വീട്ടിലേക്ക് കൊടുത്തേക്കും. എന്നിട്ട് എന്തൊക്കെ ആ പ്ലേറ്റിൽ മൊല്ലാക്ക എഴുതിയിട്ട് അത് കഴുകി ഈ പ്രസവ വേദനയുള്ള പെണ്ണിനെ കുടിപ്പിക്കുന്നൊരു കാലം കഴിഞ്ഞു പോയില്ലേ? ഇപ്പം അത് ചെയ്യോ? ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഉറക്കെഴുതി കാണി പ്രസവ വേദനക്ക് സുഖമായി പ്രസവിക്കാൻ? ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയില്ലേ? പടുത്ത കാലത്ത് കഴിഞ്ഞു പോയില്ലേ? ഇതൊക്കെ ആരാണ് സമൂഹത്തിനെ പഠിപ്പിച്ചത്? ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇന്ന് ആരെങ്കിലും ഒരു വെള്ള പ്ലേറ്റിൽ ഉറക്കെഴുതിയിട്ട് അത് പ്രത്യേകമായി ഒരു വെള്ള തുണി കൊണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ കൊണ്ടുപോവാൻ ഇന്ന് ആരെയാണ് കിട്ടുക? ആൾക്കാർ കൂക്കും. കാരണം അതൊന്നും ഇസ്ലാമേ ഇല്ലാത്തതായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ ഈ ഹുറാഫികൾ? മാത്രമല്ല ഒരു പ്രസവത്തിന് കൂട്ടിപ്പോക്കുണ്ട്, അതൊന്നുണ്ട്. പക്ഷേ പ്രസവത്തിന് കൂട്ടിപ്പോകുമ്പോൾ ആ പെണ്ണിന് വെള്ള ഡ്രസ്സ് വേണം. എന്തൊരു അന്ധവിശ്വാസമാണത്? അല്ല ഈ പെണ്ണ് പ്രസവിക്കൂലേ? അങ്ങനെ വെള്ള ഡ്രസ്സിട്ട് അണിഞ്ഞൊരുങ്ങി ആ സ്ത്രീയെ വല്ലാതെ പേടിപ്പിക്കും. എന്നിട്ട് പള്ളിക്കത്തെ മല്ലാക്കയാണ് വരിക. ഉസ്താദായിട്ടൊന്നും വരൂല കാളിയാര്. മല്ലാക്ക വന്നിട്ട് നീണ്ട ദുആയാണ്. ആ ദുആ കഴിഞ്ഞെങ്കിലുള്ളായിരുന്നു പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോവുക. ഇന്ന് പ്രസവത്തിന് കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മൊല്ലാക്ക പോകലുണ്ടോ? മൊല്ലാക്കക്ക് മടിയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം. നമ്മളെ ഈ ഭാഗത്തൊന്നുമില്ല. അതൊക്കെ മാറ്റി, അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി, മറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, എൻ്റെ മോളാണെങ്കിൽ എൻ്റെ മോൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ മൊല്ലാക്ക തന്നെ ചെല്ലണം. മൊല്ലാക്ക തന്നെ ചെന്നിട്ട് മൊല്ലാക്ക അൽ ഫാത്തിഹ വിളിച്ച് യാസീൻ ഓതി ദുആ ചെയ്തെങ്കിലേ പെണ്ണിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുകയുള്ളൂ. ആ കാലം കഴിഞ്ഞില്ലേ? ഇന്നത് ഉണ്ടോ? മാത്രല്ല പ്രസവിച്ച് കഴിഞ്ഞാലും മൊല്ലാക്ക പോകണം. എങ്ങട്ട്? കുട്ടിന്റെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കാൻ മൊല്ലാക്ക തന്നെ പോകണം. ബാങ്ക് കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയണ കേട്ടോ. വാപ്പാക്ക് കൊടുക്കാലോ, ഇമ്മമ്മാക്ക് കൊടുക്കാലോ, അവിടെയുള്ള ഏത് സത്യവിശ്വാസിക്കും ചെവിയിൽ ബാങ്ക് കൊടുക്കാലോ. അത് കൊടുക്കട്ട എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് പള്ളിക്കത്തെ ഉസ്താദ് മൊല്ലാക്ക തന്നെ ചെല്ലണം. അപ്പൊ കിട്ടും, മൊല്ലാക്കാക്ക് കീസിക്ക് മടക്ക് കിട്ടും. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയുകയാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. സഹോദരങ്ങളെ, മുജാഹിദുകൾ ഇവിടെ മദ്രസയുണ്ടാക്കി. ഞാനിത് മുജാഹിദുകളെ പൊന്തിച്ച് പറയാനല്ല, സത്യം മനസ്സിലാക്കാനാണ്. അവർ മദ്രസ ഉണ്ടാക്കിയപ്പോ ഇവർ പറഞ്ഞു മദ്രസ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മദ്രസ എന്ന് പറയുന്ന ആ മദ്രസയുടെ മീം ജഹന്നമിന്റെ മീമാണ് എന്ന് പറഞ്ഞാൽ നരകമാണെന്നർത്ഥം. ജഹന്നം എന്ന് പറഞ്ഞ നരക. അങ്ങനെ മദ്രസ പാടില്ല എന്ന് പറഞ്ഞ ഈ വിഭാഗം ആളുകൾ, സമസ്തക്കാർ, 10,000-ൽ കൂടുതൽ മദ്രസയുണ്ടെന്ന് അഭിമാനിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല തന്നെയാണ്. ആരാണ് ഈ മാറ്റം വരുത്തിയത്? അതേപോലെ അനാഥകളെ സംരക്ഷിക്കാൻ യതീംഖാനകൾ ഉണ്ടാക്കിയപ്പോ യതീം മക്കളെ വഞ്ചിക്കാനാണ് എന്ന് പറഞ്ഞ ഈ വിഭാഗം ആളുകൾക്ക് ഇന്ന് എത്ര യതീംഖാനകളുണ്ട്? ഒന്ന് എണ്ണിക്കാണി. ആരാതിന് മാറ്റം വരുത്തിയത്?
സലഫികളാണ്, മുജാഹിദുകളാണ്. മുജാഹിദുകൾ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? യതീംഖാന ഉണ്ടാക്കുന്നത് അനാഥകളെ വഞ്ചിക്കാനാണ്, അത് പാടില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മദ്രസയുണ്ടാക്കി, ആ മദ്രസയിൽ നിങ്ങൾ ചോക്ക കൊണ്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ എന്താ പ്രശ്നം? ആ ചോക്കയുടെ പൊടി നിലത്ത് ചാടും. നിലത്ത് ചാടിയാൽ ആ പൊടിയെ അനാദരിക്കും. അതിൽ ചവിട്ടാൻ പാടില്ല. ആ പൊടി താഴെ വീഴാൻ പാടില്ല. അതുകൊണ്ട് ചോക്ക കൊണ്ട് ബോർഡിൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ ഖൗമാണ് സമസ്തക്കാർ. കേൾക്കണങ്ങള്, ഇന്ന് പെട്ടിക്കണക്കിന് ചോക്കിയാണ് മദ്രസക്ക് കൊണ്ടുപോകണം എഴുതാൻ, ഖുർആനും ഹദീസും എഴുതാൻ. അൽഹംദുലില്ലാഹ്, നല്ലത് തന്നെയാണ്. ആരാണ് ഈ മാറ്റം വരുത്തിയത്? പറയണം നിങ്ങൾ. ഇങ്ങനെ സലഫികളുടെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് ഫാത്തിമയെ പോലെയുള്ള ആളുകൾ വേദിയിൽ വന്ന് സംസാരിക്കുവാനും അങ്ങനെ കഴിവുള്ള കുട്ടികളൊക്കെ പറയാൻ തുടങ്ങി. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. സ്ത്രീകൾ അടുക്കളയുടെ ഒരു ചുമരിൻ്റെ ഉള്ളിൽ ഒരു പുഴുക്കളെ പോലെ കഴിഞ്ഞുകൂടേണ്ടവരല്ല. അവർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനങ്ങളൊക്കെ അവർക്ക് നൽകേണ്ടതുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുവാനും പറയാനും തുടങ്ങി. അൽഹംദുലില്ലാഹ്. നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണം എന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.